അപ്പോൾ ഇന്നലെ എന്നെ ഏട്ടൻ പറഞ്ഞിരുന്നു നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് പോകാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ എണിച്ച് റെഡിയായി രാവിലെ തന്നെ ഇറങ്ങിയിട്ടോ. പക്ഷെ കുറച്ച് ലേറ്റായി, കാരണം ശ്രീക്ക് വേണ്ടിയിട്ട് അവളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഇറങ്ങാം. അപ്പോൾ 6 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത് ഞങ്ങളൊരു 7:30 ഇറങ്ങിപ്പോൾ. എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പോയിട്ടോ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ വണ്ടി ഓടിക്കണ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ദൂരം ഞാനും ഓടിക്കാട്ടാ, ഇവിടെ തിരക്കൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ ശരി നീ ഓടിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോൾ വണ്ടി ഞാൻ ഓടിക്കാൻ തുടങ്ങിയിട്ടോ. ഓടിക്കണ്ടെന്നായി എനിക്ക്. ഏട്ടൻ ബേക്കിലിരുന്ന് ഇങ്ങനെ നിർദ്ദേശം തരും കേട്ടോ, അങ്ങോട്ട് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക, ഇതാ വണ്ടി ശരിയാൻ പോകണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിനക്ക് മര്യാദയ്ക്ക് ഓടിക്കാറിയില്ല, അയ്യോ അങ്ങനെ 100 കാര്യങ്ങൾ എനിക്ക് ഓടിക്കേണ്ടതായി കേട്ടോ. പിന്നെ എന്നാലും ഞാൻ ഏട്ടനെ വെച്ച് പറപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നു കേട്ടോ. ചുറ്റും റബ്ബർ ഗാർഡാട്ടോ, പേടിയാവും കേട്ടോ, അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം. പിന്നെ അങ്ങോട്ട് നമ്മൾ പിന്നെ യാത്ര തുടങ്ങിട്ടോ. പിന്നെ ഞാൻ തന്നെയായിരുന്നു കേട്ടോ ഓടിച്ചത്. കുറച്ച് ദൂരം ഞാൻ അങ്ങനെ ഓടിച്ചു കേട്ടോ. കാരണം നമുക്ക് സുഖമല്ലേ, ഒന്ന് വീണാലും വേറെ ആർക്കൊന്നും പറ്റില്ലല്ലോ, നമുക്ക് പറ്റിയാലും അധികം വണ്ടികളൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയി നമ്മളെവിടെ എത്തി, നമ്മൾ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് മക്കളെ പവനായി ശവമായി എന്ന് പറയുന്ന പോലെ അവിടെ 1 മാസമായിട്ട് അത് ക്ലോസ് ചെയ്തിരിക്കുക. അത്ര അവിടെ കാട്ടുതീയൊക്കെ കാരണം ആരും കിടത്തി വിടുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആനേനെയൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ ആനയും വന്നില്ല, ആരും വന്നില്ല. നമ്മൾ തിരിച്ചിങ്ങനെ നടന്നു വരുമ്പോഴാണ് ഇങ്ങനെ അരുവിയൊക്കെ കണ്ടത്. പിന്നെ കുറേ നേരം അതിലൊക്കെ ഇരുന്ന് കളിച്ച് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് നമ്മൾ മെല്ലെ അവിടുന്ന് പോന്നു കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് കുറച്ച് റൊമാൻസൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് പാട്ടൊക്കെ വെച്ച് നല്ല ഫീലായിട്ടൊക്കെ ഇങ്ങനെ പോയിട്ടോ. ആർക്കാണല്ലോ ഇഷ്ടമല്ലാത്ത നമ്മുടെ ഭർത്താവിൻ്റെ ഒപ്പമൊക്കെ ഇങ്ങനെ 2 വീലറിൽ പോകുമ്പോൾ കുറച്ച് റൊമാൻറ്റിക് സോങ്ങൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോകാൻ നല്ല രസമായിരിക്കില്ലേ, പ്രത്യേകിച്ച് 2 വീലറുമേ ഇങ്ങനെ ഒട്ടി പിടിച്ച് പോകാൻ നല്ല രസമായിരിക്കില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് ചിരിച്ച് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആനയെ കണ്ടില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഏട്ടൻ പറഞ്ഞു തൃശ്ശൂർ പോകണോ അതോ വീട്ടിലേക്ക് പോകണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തൃശ്ശൂർ പോകുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട നമുക്ക് തൃശ്ശൂർ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞാലും അതിൻ്റെ നേരെ വിപരീതമായിട്ട് ഏട്ടൻ പറയുക. അപ്പോൾ വെയിൽ കാരണമാണ് കേട്ടോ, അങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾ ആകെ വെയിൽ കൊണ്ട് ചത്ത് പണ്ടാറാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അങ്ങോട്ട് നിർത്തിയിട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ചിമ്മിനി ഡാമിൽ നിന്ന് കോടാകരയ്ക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് ഫുള്ള് കാട് വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു നല്ല വഴി, കുഴപ്പമൊന്നുമില്ല, ആനയൊക്കെ ഉണ്ടാവുമെന്ന് മാത്രം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഡേഞ്ചർ ഏരിയയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് എന്നാൽ ആ വഴി തന്നെ പോവാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യമൊക്കെ കുറച്ചൊക്കെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് വലിയ പേടി ഉണ്ടായില്ല. പിന്നെ പോകെ എനിക്കും പേടിയായി തുടങ്ങിയിട്ടോ. ചുറ്റും കാട്, പോണ വഴിക്ക്